ഹലോ ഓൾ, വെൽക്കം ടു അഡ്രിനാലിൻ. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പതോളജിയിലൊരു ടോപ്പിക്കാണ്. അപ്പം എനിക്ക് ഉറപ്പാണ് നമ്മളുടെ കുറച്ച് പേർക്കെങ്കിലും പതോളജി കുറച്ച് പാടാണല്ലേ, മനസ്സിലാവുന്നില്ല, വായിച്ചാൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പഠിച്ചാൽ തന്നെ ഓർത്തും കിട്ടുന്നില്ല, അങ്ങനത്തെ കുറച്ച് പ്രോബ്ലം നമ്മൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും കാണും. കുറച്ച് പേർക്ക് പതോളജി എളുപ്പമായിരിക്കും. അപ്പം ഈ കുറച്ച് പാടായിട്ടുള്ള പതോളജി കുറച്ച് ടഫായിട്ട് തോന്നുന്നവർക്ക് ആയിട്ടൊരു സൊല്യൂഷനായിട്ടാണ് നമ്മുടെ ടീം അഡ്രിനാലിൻ നിങ്ങളുടെ മുമ്പിൽ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ ഒരു 100% ഫ്രീ ആയിട്ടുള്ള വീഡിയോ ലെക്ചേഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണേ. ഓക്കെ, സോ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ടീം അഡ്രിനാലിൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നെക്രോസിസ് എന്ന ടോപ്പിക്കാണ്. ഓക്കെ, പതോളജിയിലെ നെക്രോസിസ്. സോ വാട്ട് ഈസ് നെക്രോസിസ്? നെക്രോസിസിന് മുമ്പ് നമ്മുടെ സെല്ല് അല്ലേ, ഓക്കെ, ഒരു സെല്ലുണ്ട്. ആ സെല്ല് എപ്പോഴേലുമൊക്കെ ഡാമേജ് ആവാം, അതും ഇറിവേഴ്സിബിളി ആയിട്ട് ഡാമേജ് ആകാം. ആ ഡാമേജ് ആകുന്നത് ചിലപ്പോൾ എങ്ങനെയായിരിക്കും? ചിലപ്പം ഓക്സിജൻ ലോസ് ആകുമ്പോഴായിരിക്കും, ലോസ് ഓഫ് ഓക്സിജൻ, അല്ലെങ്കിൽ ന്യൂട്രിയൻ സപ്ലൈ കുറയുമ്പം, അല്ലെങ്കിൽ ലോസ് ഓഫ് ന്യൂട്രിയൻ സപ്ലൈ, അതുപോലെ എന്തെങ്കിലും ടോക്സിൻസ് ഒക്കെ വഴി സെൽസ് ഇറിവേഴ്സിബിളി ഡാമേജ് ആവുന്നു, ലൈക്ക് സെൽ സിവിയർലി ഇഞ്ചുർ ആവുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? സെൽ ഡെത്ത് സംഭവിക്കും. ഓക്കെ, സോ ഈ സെൽ ഡെത്ത് രണ്ട് പാത്വേസ് ആണ് ഫോളോ ചെയ്യുന്നത്, ഒന്നുകിൽ നെക്രോസിസ് അല്ലെങ്കിൽ അപ്പോട്ടോപ്സിസ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ്? നെക്രോസിസ്. ഓക്കെ, അപ്പം സെൽ ഡാമേജ് ആവുന്നു, സെൽ ഡെത്ത് സംഭവിക്കുന്നുണ്ട്. സെൽ ഡെത്ത് രണ്ട് പാത്വേസ് ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ നെക്രോസിസ് എന്ന് പറയുകയാണെങ്കിൽ അത് ഓൾവേസ് പതോളജിക്കലായിരിക്കും. ഓക്കെ, നെക്രോസിസ് ഓൾവേസ് പതോളജിക്കലായിരിക്കും. പക്ഷേ അപ്പോട്ടോസിസ് പതോളജിക്കലുണ്ട്, ഫിസിയോളജിക്കലുണ്ട്. സോ വാട്ട് ഈസ് നെക്രോസിസ്? നെക്രോസിസിൻ്റെ ഡെഫിനിഷൻ നമ്മൾ രാംദാസിൽ വായിക്കുകയാണെങ്കിൽ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: നെക്രോസിസ് ഈസ് എ സം ഓഫ് മോർഫോളജിക്കൽ ചേഞ്ചസ് ഇൻഡിക്കേറ്റീവ് ഓഫ് സെൽ ഡെത്ത് ഇൻ എ ലിവിംഗ് ടിഷ്യൂ ആൻഡ് ഇസ് കോസ്ഡ് ബൈ ദ പ്രോഗ്രസീവ് ഡീഗ്രഡേറ്റീവ് ആക്ഷൻ ഓഫ് എൻസൈംസ് ഫോളോയിങ് ഹാർംഫുൾ ഇഞ്ചുറി. നമ്മൾ പെട്ടെന്ന് വായിക്കും, നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുമോ? അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് മഗപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എക്സാമിൻ്റെ സമയത്ത് ഇത് ഓർക്കാൻ പറ്റുമോ? ഇല്ല. സോ നമ്മളതിൻ്റെ മീനിങ് മനസ്സിലാക്കാം. നെക്രോസിസ് എന്താണ്? അത് കുറേ മോർഫോളജിക്കൽ ചേഞ്ചസ് ആണ്. ഓക്കെ, മോർഫോളജി എന്ന് പറയുമ്പോൾ നമ്മൾ പുറമേ കാണുന്ന, സോ കുറേ മോർഫോളജിക്കൽ ചേഞ്ചസ് ആണ്. അത് ഇൻഡിക്കേറ്റീവ് ഓഫ് സെൽ ഡെത്ത്. ഒരു സെൽ ഡെത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കുറേ മോർഫോളജിക്കൽ ചേഞ്ചസ്, അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് മോർഫോളജിക്കൽ ചേഞ്ചസ് ആണ് നെക്രോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഉണ്ടോ, ഇതൊരു ഹാപ്പി സെല്ലാണ് അല്ലേ, ഇതൊരു ഹാപ്പി സെല്ലാണ്. ഈ സെല്ലിന് നമുക്ക് ആദ്യം കുറച്ച് ഇഞ്ചുർ ആവുന്നുണ്ട്. അപ്പോൾ ഹാപ്പി ആയിരുന്ന സെല്ല് കുറച്ച് സന്തോഷം അത്ര ഇല്ല ഇപ്പം അല്ലേ, കുറച്ചും കൂടി ഇഞ്ചുറായി. ആ ഇഞ്ചുറി കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ പതിയെ സെല്ല് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, കുറച്ചുകൂടെ കുറഞ്ഞു. ഇനി കുറച്ചുകൂടി ഇഞ്ചുറി കുറച്ചുകൂടെ കൂടി, അപ്പം നല്ലോണം പോയി. അവസാനം ആ സെല്ല് ഡെത്താവും. ഓക്കെ, അപ്പം നല്ലൊരു ഹാപ്പി സെല്ലായിരുന്നു. ആ സെല്ല് ഒരു സീരീസ് ഓഫ് മോർഫോളജിക്കൽ ചേഞ്ചസ് വഴി സെൽ ഡെത്ത് എത്തിയിട്ടുണ്ട്. ഈ ഒരു സീരീസ് ഓഫ് മോർഫോളജിക്കൽ ചേഞ്ചസ് ആണ് എന്ത്? നെക്രോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഈ നെക്രോസിസിലില്ലേ നമ്മുടെ മെംബ്രെയിൻ ഇല്ലേ, മെംബ്രെയിൻ്റെ ഇൻറ്റഗ്രിറ്റി ലോസ് ആവുന്നുണ്ട്. ഓക്കെ, നെക്രോട്ടിക് സെല്ലുണ്ടല്ലോ, ആ നെക്രോട്ടിക് സെല്ല് അതിൻ്റെ ഈ നെക്രോട്ടിക് സെല്ലാണ്. ആ സെല്ലിൻ്റെ മെംബ്രെയിൻ ഒക്കെ ഇല്ലേ, അതിൻ്റെ മെംബ്രെയിൻ്റെ ഇൻറ്റഗ്രിറ്റി ലോസ്റ്റ് ആവുന്നുണ്ട് ഈ നെക്രോസിസ് സമയത്ത്. അതുപോലെ അതിൻ്റെ കണ്ടൻസ് ലൈക്ക് സെല്ലുലാർ എൻസൈംസ് ഒക്കെ ലീക്ക് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? സെല്ലിൻ്റെ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ മെംബ്രെയിൻ ലോസ് ആവുന്നുണ്ട്. നെക്രോട്ടിക് സെല്ലിൻ്റെ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ മെംബ്രെയിൻ ലോസ് ആവുന്നുണ്ട്. അതുപോലെ സെല്ലുലാർ എൻസൈംസ് ഒക്കെ ലീക്ക് ഔട്ട് ആവും. എൻസൈംസ് ലീക്ക് ഔട്ട് ആവും എന്ത് സംഭവിക്കും? അത് നമ്മുടെ സെല്ലിനെ ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഡൈജഷനും സംഭവിച്ചു. ഇതെല്ലാം കൂടി ഒരു ഇൻഫ്ലമേറ്ററി റിയാക്ഷനാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നെക്രോട്ടിക് സെല്ലിന് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ സെല്ലുലാർ എൻസൈംസ് ഇല്ലേ, ആ എൻസൈംസ് എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് അറിയാമോ? ലൈസോസൈം, ലൂക്കോസൈഡ്സ്, ഇതിൽ നിന്നൊക്കെയാണ് നമ്മുടെ എൻസൈംസ് വരുന്നത്. അപ്പോൾ നെക്രോസിസ് എന്താണെന്ന് പഠിച്ചു? ഒരു മോർഫോളജിക്കൽ ചേഞ്ചസ് ആണെന്ന് പഠിച്ചു. അത് ആ നെക്രോട്ടിക് സെല്ലിൻ്റെ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ മെംബ്രെയിൻ ലോസ്റ്റ് ആവുന്നുണ്ട്. സെല്ലുലാർ എൻസൈംസ് ഒക്കെ ലീക്ക് ഔട്ട് ആയിട്ട് സെല്ലിന് ഡൈജഷൻ സംഭവിക്കുന്നുണ്ട്, ഡൈജസ്റ്റ് സെൽ അല്ലേ. അപ്പം അതുവഴി ഒരു അക്യൂട്ട് ഇൻഫ്ലമേറ്ററി റിയാക്ഷനാണ് ഉണ്ടാകുന്നത്. ഈ എൻസൈംസ് എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? ലൈസോസൈമിൽ നിന്നും ലൂക്കോസൈറ്റിൽ നിന്നും. സോ മോർഫോളജിക്കൽ ചേഞ്ചസ് നമ്മൾ പറഞ്ഞല്ലോ, അതെന്താണെന്ന് നമുക്ക് പഠിക്കാം. സൈറ്റോപ്ലാസ്മിക്കും ഉണ്ട്, അതുപോലെ ന്യൂക്ലിയറും ഉണ്ട്. ഫസ്റ്റ് നമ്മൾ സൈറ്റോപ്ലാസ്മിക് നോക്കാം. ആദ്യത്താണ് ഇൻക്രീസ്ഡ് ഈസ്നോഫീലിയ. എന്തായാലും ടിഷ്യൂ ഇഞ്ചുറി ഒക്കെ അല്ലേ, അപ്പോൾ ടിഷ്യൂ ഇഞ്ചുറി ഉള്ള സ്ഥലത്ത് നമ്മുടെ ഈസ്നോഫിൽ, WBCയിലെ ഈസ്നോഫിൽസിൻ്റെ പ്രസൻസ് ഭയങ്കര കൂടുതലായിരിക്കും.
ഓക്കെ, കാരണം ടിഷ്യൂ ഇഞ്ചുറി ചെയ്യുന്ന ടിഷ്യൂ സിവിയർലി ഇഞ്ചേർഡ് ആയിട്ട് സെൽ ഡെത്തിലേക്ക് എത്തുവാണല്ലോ. സോ ഇൻക്രീസ്ഡ് ഈസിനോഫീലിയ ആണ്. പിന്നെ ഒരു ഗ്ലാസി അപ്പിയറൻസ്, ലൈക്ക് സ്ട്രെച്ച്, ആ സെല്ലിൻ്റെ ആ രൂപം മൊത്തം പോകുമല്ലോ, നല്ലോണം ഇഞ്ചുറി ആയി നെക്രോസിസ് സംഭവിച്ചു, അതിൻ്റെ കണ്ടൻറ്റ് ലോസ്റ്റ് ആവുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ മൊത്തത്തിൽ അങ്ങ് പോകുന്നുണ്ട്. പിന്നത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് മോത്ത് ഈറ്റൻ അപ്പിയറൻസ്. ഓക്കെ, മോത്ത് ഈറ്റൻ അപ്പിയറൻസ്. ഇതിന് കാരണം എന്താ, നമ്മുടെ എൻസൈംസിനില്ലേ, എൻസൈംസിനൊക്കെ ഡൈജസ്റ്റഡ് സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസ് ഉണ്ട്. ഓക്കെ, when the enzymes have digested ആയിട്ടുള്ള സൈറ്റോപ്ലാസ്മിക് ഓർഗനൽസ്, ഈ സൈറ്റോപ്ലാസം ബിക്കം വാക്കുലേറ്റഡ് ആവും. ഓക്കെ, ഒന്നുകൂടെ പറയാം. വെനെവർ ആ എൻസൈംസിനൊക്കെ ഒരു ഡൈജസ്റ്റഡ് സൈറ്റോപ്ലാസ്മിക് ഓർഗനല്ലേ ഉണ്ടാകും. ഓക്കെ, അപ്പം ഈ സൈറ്റോപ്ലാസം എന്തുണ്ടാവും, സൈറ്റോപ്ലാസം ബിക്കംസ് വാക്കുലേറ്റഡ്, സൈറ്റോപ്ലാസം വാക്കുലേറ്റഡ് ആകും. അതാണ് ഒരു മോത്ത് ഈറ്റൻ അപ്പിയറൻസ് ഉണ്ടാകുന്നത്. സോ മോർഫോളജിക്കലി സൈറ്റോപ്ലാസത്തിൽ എന്തൊക്കെ നമുക്ക് കാണാം, ഈസിനോഫീലിയ കാണും, ഗ്ലാസി അപ്പിയറൻസ്, മോത്ത് ഈറ്റൻ അപ്പിയറൻസ്. ഇനി ന്യൂക്ലിയർ ചേഞ്ചസ് നോക്കാം. ന്യൂക്ലിയറിലായിട്ടാണ് പിക്നോസിസ്. അതെന്താണ്, ഷ്രിങ്കേജ് ഓഫ് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് ഇങ്ങനെ ഷ്രിങ്കേജ് ആവും, ഷ്രങ്കണായിട്ട് നിൽക്കും. അതുപോലെ ന്യൂക്ലിയസ് ഡീപ്ലി ബേസോഫിലിക്കുമാണ്. ഓക്കെ, പിക്നോസിസിൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്, പിക്നോസിസ് ഒരു ന്യൂക്ലിയസാണ്. ന്യൂക്ലിയസ് ഇങ്ങനെ ഷ്രിങ്കായിട്ട് നിൽക്കും, ന്യൂക്ലിയസ് ഭയങ്കര ഷ്രിങ്കേജ് ആയിട്ട് നിൽക്കും. അതുപോലെ ഡീപ്ലി ബേസോഫിലിക്കും ആയിരിക്കും. ഓക്കെ, അതാണ് പിക്നോസിസ്. പിന്നെ കാരിയോലൈസിസ്, അതെന്താണ്, പ്രോഗ്രസീവ് ഫേഡിങ് ഓഫ് ബേസോഫിലിക് സ്റ്റെയിനിങ് ഓഫ് ന്യൂക്ലിയൈ നമ്മൾ ബേസോഫിലിക് ആയിട്ട് നിൽക്കുമെന്ന് പറഞ്ഞില്ലേ, ആ ബേസോഫിലിക് സ്റ്റെയിനിങ് പ്രോഗ്രസീവായിട്ട് ഇങ്ങനെ കുറഞ്ഞ് വരും. അതിന് കാരണം എന്താണ്, DNA ഇല്ലേ, DNA ഡൈജഷനാണ്. ഡിയോക്സി റൈബോ ന്യൂക്ലിയസിൻ്റെ ആ എൻസൈമിൻ്റെ ആക്ടിവിറ്റി കാരണം DNA ഡൈജഷൻ സംഭവിക്കും. ആ ഡൈജഷൻ കാരണമാണ് ന്യൂക്ലിയസിൻ്റെ ബേസോഫിലിക് സ്റ്റെയിനിങ് ഇങ്ങനെ ഫെയ്ഡ് കുറഞ്ഞ് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആവും. ദെൻ വാട്ട് ഈസ് നെക്സ്റ്റ് ആണ് കാരിയർ ഹെക്സസ്. ഓക്കെ, അതെന്താണ്, ഈ പെക്നോട്ടിക് ന്യൂക്ലിയസ് ഇല്ലേ, അത് ഫ്രാഗ്മെൻറ്റേഷൻ അണ്ടർഗോ ചെയ്യും, സ്മോളർ ഫ്രാഗ്മെൻറ്റ്സ് ആകും. അപ്പം അതാണ്. അപ്പോൾ ന്യൂക്ലിയർ ചേഞ്ച് 3 നമ്മൾ പഠിച്ചല്ലോ. ആദ്യം എന്താണ് നമ്മൾ പറയുന്നത്, പിക്നോസിസ്. അതെന്തായിരുന്നു, ന്യൂക്ലിയസ് ഷ്രിങ്ക് ആകും. ഓക്കെ, പിന്നെ ആ ന്യൂക്ലിയസിൻ്റെ ബേസോഫിലിക് സ്റ്റെയിനിങ് പതിയെ ഫെയ്ഡ് ഔട്ട് ആവുന്നു, DNA ഡൈജഷൻ സംഭവിക്കുന്നുണ്ട്. അവസാനം നമ്മുടെ ന്യൂക്ലിയസ് ഇങ്ങനെ ഫ്രാഗ്മെൻറ്റഡ് ആവും, പിക്നോട്ടിക് ന്യൂക്ലിയസ് ഫ്രാഗ്മെൻറ്റേഷൻ സംഭവിക്കുന്നു. ഓക്കെ, ഈ ന്യൂക്ലിയർ ചേഞ്ചസ് ഉണ്ടാവാൻ കാരണം ഡ്യൂ ടു ബ്രേക്ക് ഡൗൺ ഓഫ് DNA ആൻഡ് ക്രൊമാറ്റിൻ ആണ്. ഓക്കെ, ഇനി നമ്മുടെ നെക്രോട്ടിക് സെൽസിന് ഫേറ്റ് ഇല്ലേ, 2 രീതിയിലുണ്ട് നെക്രോട്ടിക് സെൽസിൻ്റെ ഫേറ്റ്. ദാറ്റ് ഈസ് ആഫ്റ്റർ നെക്രോസിസ് ദീസ് സെൽസ് മേ എയ്തർ പെർസിസ്റ്റ് ഫോർ സം ടൈം, കുറച്ച് നാളത്തേക്ക് അത് പെർസിസ്റ്റ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്, ദേ മേ ബി ഡൈജസ്റ്റഡ്. ഓക്കെ, അത് പെട്ടെന്ന് എൻസൈംസ് ഒക്കെ വഴി ഡൈജസ്റ്റ് ആവാം. അപ്പോൾ ഒന്നെങ്കിൽ ഇത് കുറച്ച് നാളത്തേക്ക് പെർസിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എൻസൈംസ് ഒക്കെ വഴി പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും. അതാണ് ഫേറ്റ് ഓഫ് നെക്രോട്ടിക് സെൽസ്. ഓക്കെ, നമ്മളിപ്പം ജസ്റ്റ് നെക്രോസിസിൻ്റെ ഒരു ഔട്ട്ലൈനാണ് നമ്മളിപ്പം പഠിച്ചേക്കുന്നത്. അപ്പോൾ അതെന്താണ്, അതിലെന്തൊക്കെയാണ്, നമുക്ക് ജസ്റ്റ് മാർക്ക് കിട്ടേണ്ട കുറച്ച് പോയിൻറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഓരോ നെക്രോസിസിനെ പറ്റി പറയുവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ കൊയാഗുലേറ്റീവ് നെക്രോസിസ്. ഓക്കെ, ഇതൊരു കോമൺ ടൈപ്പാണ്. ഓക്കെ, കോമൺ ടൈപ്പാണ്. ആൻഡ് ഹിയർ ഔട്ട്ലൈൻ ഈസ് പ്രിസർവ്ഡ്. ഇവിടെ ഔട്ട്ലൈൻ പ്രിസർവ്ഡ് ആയിട്ടുണ്ട്. ഡെഡ് ടിഷ്യൂ ഇല്ലേ, ഡെഡ് ടിഷ്യൂവിൻ്റെ ഔട്ട്ലൈനൊക്കെ പ്രിസർവ് ആയിട്ടുണ്ട്. അതൊരു വലിയ ഫീച്ചറാണ് നമ്മുടെ കൊയാഗുലേറ്റീവ് നെക്രോസിസിൻ്റെ. ദെൻ ഇതിൻ്റെ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ഇവിടെ ഇൻഫാക്റ്റ് ആണ്. ഓക്കെ, ഇൻഫാക്റ്റ് ഇസ് എ ലോക്കലൈസ്ഡ് ഏരിയ ഓഫ് കൊയാഗുലേറ്റീവ് നെക്രോസിസ്. കൊയാഗുലേറ്റീവ് നെക്രോസിസിൽ ഒരു ലോക്കലൈസ്ഡ് ഏരിയ ആണ് എന്ത്, ഈ ഇൻഫാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ മെയിൻ കാരണം എന്താണ്, മെയിൻ കാരണമാണ് ഇസ്കീമിയ. ഓക്കെ, ഇസ്കീമിയ കോസ്ഡ് ബൈ ഒബ്സ്ട്രക്ഷൻ ഇൻ എ വെസൽ. ഓക്കെ, ബ്ലഡ് വെസൽ ഉണ്ടല്ലോ, ആ ബ്ലഡ് വെസലിന് ഇങ്ങനെ ഒരു ഒബ്സ്ട്രക്ഷൻ പോലെ ഉണ്ടാവും. അപ്പോൾ എന്താ, മര്യാദയ്ക്ക് ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുമോ, ഇല്ല, ബ്ലഡ് മര്യാദയ്ക്ക് ഫ്ലോ ചെയ്യില്ല, ഒരു ഒബ്സ്ട്രക്ഷൻ. അപ്പം അതാണ് മെയിൻ കാരണം. കൊയാഗുലേറ്റീവ് നെക്രോസിസിൻ്റെ മെയിൻ കാരണം എന്താണ്, ഇസ്കീമിയ കോസ്ഡ് ബൈ ഒബ്സ്ട്രക്ഷൻ ഇൻ വെസൽ വാൾ. ഇനി അതിൻ്റെ മെക്കാനിസം എങ്ങനെയാണ്, ഈ ഇസ്കീമിയ ഇല്ലേ, ഇസ്കീമിയ നമ്മുടെ സ്ട്രക്ചറൽ പ്രോട്ടീൻ എൻസൈംസ് ഒക്കെ ഉണ്ടല്ലോ, പ്രോട്ടീനെയും എൻസൈംസിനൊക്കെ ഡീനേച്ചർ ചെയ്യും, അതുപോലെ കൊയാഗുലേറ്റ് ചെയ്യും. അപ്പം ഈ ഇസ്കീമിയാണ് കൊയാഗുലേറ്റീവ് നെക്രോസിസിൻ്റെ കോസ് എന്ന് പറഞ്ഞു. ഇനി ഇസ്കീമിയ എന്താ ചെയ്യുന്നത്, ഇസ്കീമിയ കോസസ് ഇറ്റ് ഡീനേച്ചേഴ്സ് ആൻഡ് കൊയാഗുലേറ്റ് ദ സ്ട്രക്ചറൽ പ്രോട്ടീൻ ആൻഡ് എൻസൈംസ്. ഓക്കെ, ആൻഡ് ദിസ് ബ്ലോക്സ് പ്രോട്ടിയോലൈസിസ് ഓഫ് ഡെഡ് സെല്ലിൻ്റെ പ്രോട്ടിയോലൈസിസിനെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ഇസ്കീമിയ ആദ്യം സ്ട്രക്ചറൽ പ്രോട്ടീൻ്റെയും എൻസൈമിൻ്റെയും ഡീനേച്ചർ ചെയ്യും, അതുവഴി പ്രോട്ടിയോലൈസിസ് ഓഫ് ഡെഡ് സെൽ അങ്ങ് ബ്ലോക്ക് ചെയ്ത് വെക്കും. ഓക്കെ, ദെൻ ഇവിടെ മോർഫോളജി നോക്കാം. ഈ കൊയാഗുലേറ്റീവ് നെക്രോസിസ് സൈറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഓൾ ഓർഗൻസ് ഉണ്ട് എക്സെപ്റ്റ് ബ്രെയിൻ ഒഴിച്ച് ബാക്കി മിക്ക ഓർഗൻസും അഫക്റ്റ് ആവും. എന്നാലും മെയിൻ ഏതൊക്കെ ഓർഗൻസ് ആണെന്നറിയാമോ, ഹാർട്ട്, കിഡ്നി, സ്പ്ലീൻ ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഹാർട്ട്, കിഡ്നി, സ്പ്ലീനിലൊക്കെ അതിൻ്റെ പ്രത്യേകത എന്താണെന്നോ,
ദീസ് ആർ സപ്ലൈഡ് ബൈ എൻഡ് ആർട്ടറീസ് വിത്ത് ലിമിറ്റഡ് കൊളാട്രൽ സർക്കുലേഷൻ. അവർക്ക് എൻഡ് ആർട്ടറി ഉണ്ട്. ഈ ഹാർട്ട്, കിഡ്നി, സ്പ്ലീനൊക്കെ എൻഡ് ആർട്ടറീസ് ഉണ്ട്. അവർക്ക് എന്താണ് ലിമിറ്റഡ് ആയിട്ടുള്ള കൊളാട്രൽ സപ്ലൈ ആണ് ഉള്ളത്. ഓക്കെ, ഇത്രയും ഈ ഹാർട്ട്, കിഡ്നി, സ്പ്ലീനൊക്കെ എൻഡ് ആർട്ടറി ഉണ്ടോ? ഉണ്ട്. അവർക്ക് എൻഡ് ആർട്ടറി ഉണ്ട്. പക്ഷെ എന്താണ്? കൊളാട്രൽ സപ്ലൈ ലിമിറ്റഡ് ആണ്. ഓക്കെ, കൊളാട്രൽ സപ്ലൈ ഈസ് ലിമിറ്റഡ്. ഓക്കെ, ദെൻ അതിൻ്റെ നമ്മൾ ഗ്രോസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡ്രൈ, പെയിൽ, യെല്ലോ, ഫേം ഒക്കെയാണ് ഇരിക്കുന്നത്. സ്പ്ലീൻ നോക്കി, നോർമൽ സ്പ്ലീനും കോയാഗുലേറ്റീവ് നെക്രോസിസ് സംഭവിച്ച സ്പ്ലീൻ്റെയും വ്യത്യാസം കണ്ടോ? അവർ പുറമേ ഡ്രൈ, പെയിൽ, യെല്ലോ, ഫേം ആയിരിക്കും. മൈക്രോസ്കോപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഔട്ട്ലൈൻ മെയിൻറ്റെയിൻ ആയിട്ടുണ്ട്. പിന്നെ ന്യൂക്ലിയസ് മേ ബി ആബ്സെൻ്റ് ആയിരിക്കും. ന്യൂക്ലിയസ് ചിലപ്പം ആബ്സെൻ്റ് ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് ഓൾ അബൌട്ട് ദ കൊയാഗുലേറ്റീവ് നെക്രോസിസ്. അതൊരു കോമൺ ടൈപ്പാണ്. ഔട്ട്ലൈൻ പ്രിസേർവ്ഡ് എന്ന് ഓർത്തോണം. ഇൻഫാക്റ്റിൻ്റെ കാര്യം ഓർത്തോണം. ഇസ്കീമിയ അതുവഴി ഡീനേച്ചറൊക്കെ ചെയ്തിട്ട് പ്രോട്ടിലൈസിസിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. മോർഫോളജി പുറമേ കാണുമ്പോൾ എങ്ങനെയാണ്, ഗ്രോസ് എങ്ങനെയാണ്, മൈക്രോസ്കോപ്പി എങ്ങനെയാണ്. ദെൻ അബൌട്ട് ദ ലിക്വിഫാക്റ്റീവ് നെക്രോസിസ്. ഇവിടെ എന്താണ്? ഡെഡ് ടിഷ്യൂ അണ്ടർഗോ റാപ്പിഡ് സോഫ്റ്റനിങ് ആണ് അണ്ടർഗോ ചെയ്യുന്നത്. റാപ്പിഡ് സോഫ്റ്റനിങ് അതുവഴി അത് ലിക്വിഡ്സൊക്കെ ആവുന്നുണ്ട്. ഓക്കെ, ലിക്വിഫാക്ഷൻ സംഭവിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ലിക്വിഫാക്റ്റീവ് നെക്രോസിസ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ഡെഡ് ടിഷ്യൂ റാപ്പിഡ്ലി അണ്ടർഗോ സോഫ്റ്റനിങ് ആൻഡ് ട്രാൻസ്ഫോം ഇൻ ടു ലിക്വിഡ് വിസ്കസ് ആയിട്ടുള്ള മാസ്സായിട്ട് മാറുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ കാരണം എന്താ? ഇസ്കീമിയ. ഓക്കെ, ഇസ്കീമിയ ടു CNS. നമ്മുടെ CNS ഇല്ലേ, CNSന് ഇസ്കീമിയ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ സെപ്പറേറ്റീവ് ഇൻഫെക്ഷൻസ്. സെപ്പറേറ്റീവ് ഇൻഫെക്ഷൻ എന്തൊക്കെയാണ്? ഇൻഫെക്ഷൻസ് ബൈ ബാക്ടീരിയ ഓർ ഫംഗി. ഓക്കെ, ഇൻഫെക്ഷൻ ബൈ ബാക്ടീരിയ അതുപോലെ ഫംഗി. ബാക്ടീരിയ, ഫംഗിയൊക്കെ കാരണമുള്ള ഈ അതാണ് സെപ്പറേറ്റീവ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുന്ന അറിയുമോ? ദീസ് ഇൻഫെക്ഷൻ സ്റ്റിമുലേറ്റ് ദ അക്കുമുലേഷൻ ഓഫ് എൻസൈംസ്. ഓക്കെ, ക്വിക്ക് അക്കുമുലേഷൻ ആയിരിക്കും എൻസൈംസ് ഓഫ് ലൂക്കോസൈറ്റ്സ്. ലൂക്കോസൈറ്റ്സിൻ്റെ എൻസൈംസ് അക്കുമുലേറ്റ് ചെയ്യാനായിട്ട് ഈ ബാക്ടീരിയ, ഫംഗിയുടെ ഒക്കെ ഇൻഫെക്ഷൻ ഇല്ലേ, ഈ ഇൻഫെക്ഷൻ അതിനെ അക്കുമുലേറ്റ് ചെയ്യും. പെട്ടെന്ന് അക്കുമുലേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, എന്ത് അക്കുമുലേറ്റ് ചെയ്യാൻ? ലൂക്കോസൈറ്റിൽ നിന്നുള്ള എൻസൈംസ്. ഓക്കെ, ലൂക്കോസൈറ്റ് ഇല്ലേ നമ്മുടെ ലൂക്കോസൈറ്റ്, ആ ലൂക്കോസൈറ്റിൽ നിന്നുള്ള ലൂക്കോസൈറ്റിൽ എൻസൈം ഉണ്ടല്ലോ. സോ ലൂക്കോസൈറ്റിൽ നിന്നുള്ള എൻസൈംസ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻഫെക്ഷൻ ഫ്രം ബാക്ടീരിയ ആൻഡ് ഫംഗൈനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് ഒരു കോസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അബൌട്ട് ദ മെക്കാനിസം എങ്ങനെ? ലിക്വിഫാക്ഷനാണ്. സോ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡൈജസ്റ്റീവ് ആക്ഷൻ ഓഫ് ഹൈഡ്രോലൈറ്റിക് എൻസൈംസ്. ഓക്കെ, ഹൈഡ്രോലൈറ്റിക് എൻസൈംസിൻ്റെ കുറേ ഹൈഡ്രോലൈറ്റിക് എൻസൈംസിൻ്റെ എക്സാമ്പിൾ ഓർക്കാവോ? ഹൈഡ്രോലൈറ്റിക് എൻസൈംസിൻ്റെ അതെ, ഹൈഡ്രോലൈസ് നമുക്ക് അറിയാവുന്നതല്ലേ, ഹൈഡ്രോലൈസ്. അപ്പം ആ ഹൈഡ്രോലൈസ് എൻസൈംസ്, അതാണ് ഹൈഡ്രോലൈറ്റിക് ആയിട്ടുള്ള എൻസൈംസ്. അത് കാരണമാണ് ലിക്വിഫാക്ഷൻ ഉണ്ടാകുന്നത്, അതിൻ്റെ ഡൈജസ്റ്റീവ് ആക്ഷൻ കാരണം. ഒന്നെങ്കിൽ അത് ഡെഡ് സെൽസ് തന്നെ ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ദീസ് ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ഏത് റിലീസ്ഡ് ബൈ ഡെഡ് സെൽ. അപ്പോൾ എന്താണ്? ഓട്ടോലൈസിസ് ആവും. അല്ലെങ്കിൽ ലൂക്കോസൈറ്റ്സ്, വേറെ ആരെങ്കിലും ആയിരിക്കും റിലീസ് ചെയ്യുന്നത് ലൂക്കോസൈറ്റ്സ്. അതാണ് ഹെട്രോലൈസിസ് എന്ന് പറയുന്നത്. ഓട്ടോലൈസിസ്, ഹെട്രോലൈസിസ്, അതാണ് മെക്കാനിസം. ലിക്വിഫാക്ഷനാണ്, അപ്പം ഡൈജസ്റ്റീവ് ആക്ഷനാണെന്ന് ഓർത്തോണം. മോർഫോളജി ഇത് മെയിനായിട്ട് ബ്രെയിൻ ആണ്. ഓക്കെ, നമ്മൾ കൊയാഗുലേറ്റഡ് നെക്രോസിസിൽ ഹാർട്ട്, കിഡ്നി, സ്പ്ലീൻ കുറേ ഓർഗൻസ് ഉണ്ട് എക്സെപ്റ്റ് ബ്രെയിനാണ്. കാരണം ബ്രെയിനിൽ എന്ത് നെക്രോസിസാണ് ഉള്ളത്? ലിക്വിഫാക്റ്റീവ് നെക്രോസിസ്. ഓക്കെ, ബ്രെയിനിൽ ലിക്വിഫാക്റ്റീവ് നെക്രോസിസ് ഉണ്ട്. നമ്മൾ ഗ്രോസ് കാണുവാണെങ്കിൽ എന്താണ്? പസ്, കുറേ അക്കുമുലേഷൻ ഓഫ് പസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കാരണം എന്താ? ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ അല്ലേ. അപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ കുറേ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ഉണ്ടാക്കും ഈ ഇൻഫെക്ഷനൊക്കെ. ഓക്കെ, അപ്പോൾ എന്താണ്? കുറേ ഒരു യെല്ലോ കളർ ലിക്വിഡ് അക്കുമുലേറ്റ് ചെയ്യാൻ വേണ്ടി, അതാണ് നമ്മുടെ പസ്സിൻ്റെ ആ ഒരു കളക്ഷനെയാണ് ആബ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഗ്രോസിൽ നമുക്കത് കാണാൻ വേണ്ടി പറ്റും. ദെൻ ബ്രെയിനിൽ നമ്മൾ പറഞ്ഞു, ബ്രെയിനാണ് മെയിൻ ഒരു ഫീച്ചറാണ് ബ്രെയിൻ ലിക്വിഫാക്റ്റീവ് നെക്രോസിസ് എന്ന് പറയുമ്പോൾ. ബ്രെയിനിൽ ലിക്വിഫാക്റ്റീവ് നെക്രോസിസ് ഉണ്ടാകാൻ കാരണം എന്താണെന്നറിയോ? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അബണ്ടൻറ്റ് ലൈസോസോമൽ എൻസൈംസ്. കുറേ ലൈസോസോമൽ എൻസൈംസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഓർ ഡിഫറെൻറ്റ് ഹൈഡ്രോലൈസ് ഉണ്ട് സ്പെസിഫിക് ടു സെൽസ് ഓഫ് ദ CNS. അതുകൊണ്ടാണ് ലിക്വിഫാക്റ്റീവ് നെക്രോസിസ് ബ്രെയിനിലുണ്ടാകുന്നത്. അതിന് കാരണം അബണ്ടൻറ്റ് ലൈസോസോമൽ എൻസൈംസ് ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഇത് ഒരുപാട് ഇൻഫെക്ഷനൊക്കെ വഴി അക്യൂട്ട് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ഉണ്ടാവും. അത് പസ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, കുറേ യെല്ലോ ഫ്ലൂയിഡ് പസ് ഉണ്ടാവും. അതിൻ്റെ പസ്സിൻ്റെ കളക്ഷനാണ് ആബ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, മൈക്രോസ്കോപ്പിൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? മൈക്രോസ്കോപ്പിൽ പസ് ഉണ്ട്. ആ പസ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ്? ഓക്കെ, എന്തൊക്കെ നമുക്ക് പസ്സിൽ കാണാം? പസ് കൺസിസ്റ്റ് ഓഫ് ലിക്വിഫൈഡ് നെക്രോട്ടിക് സെൽ ഡെബ്രിസ് കാണാം. ഓക്കെ, ലിക്വിഫൈഡ് ആയിട്ടുള്ള നെക്രോസിസ് സെൽ ഡെബ്രിസ് കാണാം. അതുപോലെ ഡെഡ് ആയിട്ടുള്ള ലൂക്കോസൈറ്റും അതുപോലെ മാക്രോഫേജസ് ഒക്കെ കാണാം.
ഓക്കെ. സോ ലിക്വിഫൈഡ് ആയിട്ടുള്ള സെൽ ഡെബ്രിസ്, ഡെഡ് ഗ്ലൂക്കോസൈറ്റ്സ്, മാക്രോഫേജ് ഒക്കെ എവിടെ കാണാം? ഈ പസ്സിൽ കാണാം. അപ്പോൾ ഇത്രയുള്ള ലിക്വിഫാറ്റ് നെക്രോസിസ് ബ്രെയിനാണെന്ന് ഓർത്തോളുക. നെക്സ്റ്റ് അബൌട്ട് ദ കേഷ്യസ് നെക്രോസിസ്. കേഷ്യസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം പഠിച്ച കൊയാഗുലേറ്റീവോ ലിക്വിഫാക്റ്റോ ഒരുമിച്ചുള്ളതാണ് കേഷ്യസ് നെക്രോസിസ്. അതിൻ്റെ കോസസ് പറയുകയാണെങ്കിൽ ഈ നമ്മുടെ ട്യൂബർക്ലോസിസ് ഇല്ലേ, ടി ബിയുടെ ഒരു മെയിൻ ഫീച്ചറാണ് കേഷ്യസ് നെക്രോസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ഡ്യൂ ടു ദ ടൈപ്പ് ഫോർ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. അപ്പോൾ ടി ബിയുടെ ഒരു വലിയ ഫീച്ചറാണ് ടൈപ്പ് ഫോർ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാരണമൊക്കെയാണ് കേഷ്യസ് നെക്രോസിസിൻ്റെ കോസായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ. ദെൻ അബൌട്ട് ദ മോർഫോളജി. ഇവിടെ ഒരുപാട് ഓർഗൻസ് അഫക്റ്റ് ആവുന്നുണ്ട്, എന്നാലും മോസ്റ്റ് കോമൺലി എന്തൊക്കെയാണ്? ലെങ്ങും ലിംഫ് നോഡും ഒക്കെയാണ്. അപ്പിയറൻസ് എങ്ങനെയാണ്? ഒരു യെല്ലോ വൈറ്റ്, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രയബിൾ ഗ്രാനുലർ ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ്. ദാറ്റ് റിസംബിൾസ് ഡ്രൈ ക്ലംബി ചീസ്. ആ ചീസി അപ്പിയറൻസ് ആണ്, അതാണ് ചീസ് ലൈക്ക് കേഷ്യസ് എന്ന് പേര് വരുന്നത്. ഓക്കെ. കേഷ്യസ് എന്ന് പറയുമ്പോൾ എന്താണ്? ചീസ് ലൈക്ക്. ഓക്കെ, ചീസ് ലൈക്ക്. കാരണം യെല്ലോ വൈറ്റ് സോഫ്റ്റ് ഫ്രയബിൾ ഗ്രാനുലാർ ആണ്. റിസംബിൾസ് ലൈക്ക് എ ഡ്രൈ ക്ലംബി ചീസ്. സോ ചീസ് ലൈക്ക് ആയതുകൊണ്ടാണ് അതിന് കേഷ്യസ് എന്ന് പറയുന്നത്. മൈക്രോസ്കോപ്പ് എന്താണ്? ഫോക്കൽ ലീഷൻ ഓഫ് ട്യൂബർക്ലോസിസ് ആണ് എന്ത്? ഗ്രാനുലോമ. ഓക്കെ. ഫോക്കൽ ലീഷൻ ഓഫ് ട്യൂബർക്ലോസിസ് ഗ്രാനുലോമ. ഗ്രാനുലോമ സീസേറ്റിംഗും ഉണ്ട്, അതുപോലെ തന്നെ കേസിയേറ്റിംഗും ഉണ്ട്, നോൺ കേസിയേറ്റിംഗും ഉണ്ട്. ഓക്കെ. അത് സോഫ്റ്റ് ഗ്രാനുലോമയുണ്ട്, ഹാർഡ് ഗ്രാനുലോമയുണ്ട്. ഗ്രാനുലോമ സോഫ്റ്റും ഉണ്ട്, ഹാർഡും ഉണ്ട്. പിന്നെ എന്താണ്? കേഷ്യസ് നെക്രോസിസ് ഈസ്നോഫിലിക്കിൻ്റെ കാര്യം പറയും. മൈക്രോസ്കോപ്പ് നോക്കുമ്പോൾ ഈസ്നോഫിലിക് ആണ്, കോസ്ലി ഗ്രാനുലർ ആണ്, അതുപോലെ ഡിസ്ട്രോഫിക് കാൽസിഫിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ എന്ത്? കേഷ്യസ് നെക്രോസിസ്. ലെങ്ങിൻ്റെ കാര്യം നോക്കാം. ലെങ്, ടി ബി ഒക്കെ ഓർക്കുക, ടി ബി, ടൈഫോസ്, ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഒക്കെ. ദെൻ അബൌട്ട് ദ ഫാറ്റ് നെക്രോസിസ്. ഹിയർ ഫോക്കൽ ഏരിയ ഓഫ് ഫാറ്റ് ഡിസ്ട്രക്ഷൻ ആണ്. ഓക്കെ. ഫോക്കൽ ഏരിയ ഓഫ് ഫാറ്റ് ഡിസ്ട്രക്ഷൻ വിച്ച് അഫക്ട് ദ അഡിപ്പോസ് ടിഷ്യൂ. മെയിൻലി എവിടെയാണ്? അഡിപ്പോസ് ടിഷ്യൂലാണ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നത്. കാരണം ഫാറ്റൊക്കെ അവിടെ അല്ലേ. സോ അഡിപ്പോസ് ടിഷ്യൂലാണിത് എന്ത് ചെയ്യുന്നത്? മെയിൻലി അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ 2 ടൈപ്സ് ഉണ്ട്. എൻസൈമാറ്റിക്കും ഉണ്ട്, ട്രോമാറ്റിക്കും. എൻസൈമാറ്റിക്കും ഉണ്ട്, ട്രോമാറ്റിക്കും ഉണ്ട്. ഓക്കെ. എൻസൈമാറ്റിക്കും ഉണ്ട്, ട്രോമാറ്റിക്കും ഉണ്ട്. എൻസൈമാറ്റിക് നോക്കാം. എൻസൈമാറ്റിക് എന്ന് പറയുമ്പം ഇറ്റ് ഒക്കേഴ്സ് ഇൻ അഡിപ്പോസ് ടിഷ്യൂ അറൗണ്ട് അക്യൂട്ട്ലി ഇൻഫ്ലെയിംഡ് പാൻക്രിയാസ്. അക്യൂട്ട്ലി ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള പാൻക്രിയാസ് ഇല്ലേ, ലൈക്ക് അക്യൂട്ട് പാൻക്രിയറ്റൈറ്റിസ് ഇല്ലേ, അപ്പോൾ അതിന് ചുറ്റുമുള്ള അഡിപ്പോസ് ടിഷ്യൂ ഇല്ലേ, ആ അഡിപ്പോസ് ടിഷ്യൂവിലാണ് എന്തുള്ളത്? എൻസൈമാറ്റിക്. കാരണം പാൻക്രിയാസിലൊക്കെ അറിയാം, പാൻക്രിയാസിന് എക്സോക്രൈൻ ഗ്ലാൻഡ് അല്ലേ, എക്സോക്രൈൻ പാർട്ടുണ്ട്, അതിൽ എൻസൈംസ് ഡൈജസ്റ്റീവ് ജ്യൂസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ എൻസൈമാറ്റിക് നെക്രോസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ അക്യൂട്ട് പാൻക്രിയറ്റൈറ്റിസ് ഓർക്കാം. അതിന് ചുറ്റുമുള്ള ലൈക്ക് അക്യൂട്ട്ലി ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള പാൻക്രിയാസിന് ചുറ്റുമുള്ള അഡിപ്പോസ് ടിഷ്യൂലാണ് എന്തുള്ളത്? ഈ എൻസൈമാറ്റിക് ആയിട്ടുള്ള ഫാറ്റ് നെക്രോസിസ് ഉള്ളത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ മെക്കാനിസം പറയുവാണെങ്കിൽ പാൻക്രിയറ്റൈറ്റിസിൽ ശരിക്കും എന്താ സംഭവിക്കുന്നത്? കണ്ടോ, ഈ ഒരു എക്സാമ്പിൾ ഒരു ഫാറ്റ് നെക്രോസിസ് ഉള്ളൊരു പാൻക്രിയാസ് ആണ്, അല്ലെങ്കിൽ എൻസൈമാറ്റിക് ഫാറ്റ് നെക്രോസിസ് ഉള്ളൊരു പാൻക്രിയാസ് നമ്മളിവിടെ കാണുന്നത് അക്യൂട്ട്ലി ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള. ഓക്കെ. അപ്പോൾ പിന്നെ ഈ പാൻക്രിയറ്റൈറ്റിസിൽ എന്താ സംഭവിക്കുന്നത്? അവിടുത്തെ ഒരു എൻസൈം ഉണ്ട്, ലിപ്പേസ് എന്നൊരു എൻസൈം. ഓക്കെ. ലിപ്പേസ് ഒരു എൻസൈം ഉണ്ട്. ആ ലിപ്പേസ് ഇല്ലേ അസിനാർ സെൽസിൽ നിന്ന് ലീക്ക് ചെയ്യും. ഓക്കെ. അസിനാർ സെൽസിൽ നിന്ന് ലീക്ക് ചെയ്തിട്ട് സബ്സ്റ്റൻസ് ഓഫ് ദ പാൻക്രിയാസ് പെരിട്ടോണൽ ക്യാവിറ്റി അതിലേക്കൊക്കെ ലീക്ക് ചെയ്യും. അതിലേക്കൊക്കെ ക്യാവിറ്റി. ഇതിപ്പോൾ ജസ്റ്റ് നോക്കുക, ഇത് അസിനാർ സെല്ലാണ്. അസിനാർ സെല്ലിൽ എന്തുണ്ട്? ഓക്കെ. അസിനാർ സെല്ലിൽ എന്തുണ്ട്? ഇതിനകത്താണ് നമ്മുടെ ലിപ്പേസ് എൻസൈം ഉള്ളത്. ഓക്കെ. അപ്പം ഈ ലിപ്പേസ് എൻസൈം എന്ത് ചെയ്യും? ലീക്ക് ചെയ്യും. ലിപ്പേസ് എൻസൈം ഇങ്ങനെ ലീക്ക് ചെയ്തിട്ട് ലീക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പാൻക്രിയാസിലേക്കും അതുപോലെ നമ്മുടെ പെരിട്ടോണൽ ക്യാവിറ്റിയിലൊക്കെ അങ്ങ് ലീക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ടിഷ്യൂ ഡാമേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. ടിഷ്യൂ ഡാമേജ് ഉണ്ടാവാനായിട്ട് ടിഷ്യൂവിന് ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. And these lipase destroys fat cell that split triglyceride esters within the fat cell and liberates free fatty acid. ഓക്കെ. അപ്പോൾ അതാണ് ലിപ്പേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാൻക്രിയറ്റൈറ്റിസ് നടക്കുന്ന കാര്യം മനസ്സിലായല്ലോ. ലിപ്പേസ് എൻസൈം അസിനാർ സെൽസിൽ നിന്ന് ലീക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ പെരിട്ടോണൽ ക്യാവിറ്റിയും പാൻക്രിയാസിലേക്കൊക്കെ പോയിട്ട് ടിഷ്യൂ ഡാമേജ് ഉണ്ടാകുന്നു. ഇതാണ് എൻസൈമാറ്റിക് ഫാറ്റ് നെക്രോസിസ്. ഇനി ട്രോമാറ്റിക് ഫാറ്റ് നെക്രോസിസ് ഇല്ലേ, അതിലെന്താണ്? ഇറ്റ് ഒക്കേഴ്സ് ഇൻ ടിഷ്യൂ വിത്ത് ഹൈ ഫാറ്റ് കണ്ടൻറ്റ്. ഇതെന്ന് പറയുമ്പോൾ ഹൈ ഫാറ്റ് കണ്ടൻറ്റ് ഓക്കെ. ഹൈ ഫാറ്റ് കണ്ടൻറ്റ് ഉള്ളിടത്താണ് അങ്ങനത്തെ ഒരു അഡിപ്പോസ് ടിഷ്യൂവിലാണ് എന്തുള്ളത്? ട്രോമാറ്റിക് നെക്രോസിസ് കാണുന്നത്. ഓക്കെ. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ടിഷ്യൂ വിത്ത് ഹൈ ഫാറ്റ് കണ്ടൻറ്റ് ലൈക്ക് ഹെവി പെൻഡുലസ് ബ്രസ്റ്റ്, തൈ, അവിടെയൊക്കെ ആയിരിക്കും, ബ്രസ്റ്റിലും തൈസിലൊക്കെ. അപ്പം ഇതാണ് എന്ത്? ഫാറ്റ് നെക്രോസിസ്.
നമ്മൾ മോർഫോളജി പറയാൻ പറഞ്ഞല്ലോ. മോർഫോളജി എങ്ങനെയാണ്? ചോക്കി വൈറ്റ് അപ്പിയറൻസ്, ഗ്രോസ് ചോക്കി വൈറ്റ് അപ്പിയറൻസ്, മൈക്രോസ്കോപ്പി നെക്രോട്ടിക് ഫാറ്റ് സെല്ലാണ്, പെയിൽ ഷാഡോ ഔട്ട്ലൈൻ ഒക്കെ ഉണ്ട്. അതുപോലെ ബേസോഫിലിക് കാൽഷ്യം ഡിപ്പോസിറ്റ് കാണാം. അപ്പോൾ ഈ നെക്രോട്ടിക് ഫാറ്റ് സെൽസ്, പെയിൽ ഷാഡോ ഔട്ട്ലൈൻ, നെക്രോട്ടിക് ഫാറ്റ് സെൽസിൻ്റെ കാര്യം പറയാം. പിന്നെ ഒരു ഷാഡോ ഔട്ട്ലൈൻ ആണ്. പിന്നെ ബേസോഫിലിക് കാൽഷ്യം ഡിപ്പോസിറ്റ് ഉണ്ട്. ഫൈബ്രോ നെക്രോസിസ് ഒരു സ്പെഷ്യൽ ഫോം ഓഫ് നെക്രോസിസ് ആണ്. ഇവിടെ ടിഷ്യൂ മെട്രിക്സിൽ എന്ത് കാണാം? ടിഷ്യൂ മെട്രിക്സിൽ പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള മെറ്റീരിയൽ, പിങ്ക് സ്റ്റെയിനിങ് ആയിട്ടുള്ള പ്രോട്ടീനേഷ്യസ് മെറ്റീരിയൽ ഉണ്ട്. ഇനി ഫൈബ്രോ നെക്രോസിസിൻ്റെ കാരണം എന്താ? ദിസ് നെക്രോസിസ് സീൻ ഇൻ ഇമ്മ്യൂൺ മീഡിയേറ്റഡ് കോംപ്ലെക്സ്, വാസ്കുലൈറ്റിസ്, മാലിഗ്നന്റ് ഹൈപ്പർടെൻഷൻ, ആസ്റ്റർ ബോഡീസ് ഇൻ റുമാറ്റിക് ഹാർട്ട് ഡിസീസ്, പ്ലാസന്റൻ പ്രീഎക്ലാംസിയ, ഇതിലൊക്കെയാണ് ഇത് കാണുന്നത്. ആൻഡ് മൈക്രോസ്കോപ്പിയിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഈസ്നോഫിലിക് കാണും, ഹയാലിൻ ലൈക്ക് ഡിപ്പോസിറ്റ് ഒക്കെ വെസൽ വോളിൽ കാണാം. അപ്പോൾ ഫൈബ്രോ നെക്രോസിസ് ഒരു സ്പെഷ്യൽ ഫോം ഓഫ് നെക്രോസിസ് ആണെന്നും അത് എവിടെയൊക്കെയാണ് കാണുന്നതെന്ന് ജസ്റ്റ് പഠിക്കാം. ദെൻ ലാസ്റ്റത്തതാണ് ഗാംഗ്രീനിയസ് നെക്രോസിസ്. ഓക്കെ, ഗാംഗ്രീനിയസ് നെക്രോസിസ് ആദ്യം 2 ടൈപ്പ് ഗാംഗ്രീൻ ഉണ്ട്, ഡ്രൈ ഗാംഗ്രീൻ, വെറ്റ് ഗാംഗ്രീൻ. ആദ്യം ഡ്രൈ ഗാംഗ്രീൻ നമുക്ക് നോക്കാം. ഡ്രൈ ഗാംഗ്രീൻ നോക്കാം. ആർട്ടീരിയൽ ഒക്ലൂഷൻ കാരണമാണ് ഡ്രൈ ഗാംഗ്രീൻ ഉണ്ടാകുന്നത്. ഇൻവോൾവ്സ് ലിംസ്. ഓക്കെ, ലിംസ് പോലത്തെ ഒരു ഡിസ്റ്റൽ പാർട്ടിലാണ് എന്തുള്ളത്? എന്ത് കാണാൻ പറ്റുന്നത്? ഡ്രൈ ഗാംഗ്രീൻ കാണാനാണ് പറ്റുന്നത്. ഡിസ്റ്റൽ പാർട്ടിൽ, ലെഗ്, ഫൂട്ടിലൊക്കെയാണ് കാണാൻ പറ്റുന്നത്. ഗ്രോസ് ആണ് ഡ്രൈ, ഷ്രങ്കൻ, ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക്. ലൈൻ ഓഫ് ഡിമാർക്കേഷൻ ഈസ് സീൻ. ഓക്കെ, ഡ്രൈ, ഷ്രങ്കൻ, ഡാർക്ക്, ലൈൻ ഓഫ് ഡിമാർക്കേഷൻ കാണാം. മൈക്രോസ്കോപ്പിയോ കൊയാഗുലേറ്റീവ്. ഓക്കെ, ഡ്രൈ ഗാംഗ്രീൻ കണ്ടോ? ഇതാണ് ലൈൻ ഡ്രൈ ഗാംഗ്രീൻ. ഷ്രങ്കൻ, ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. ലൈൻ ഓഫ് ഡിമാർക്കേഷൻ കറക്റ്റ് കാണാം. ഓക്കെ, ഡ്രൈ ഗാംഗ്രീൻ പഠിച്ചല്ലോ. ഇനി വെറ്റ് ഗാംഗ്രീൻ എന്താണ്? ഡ്രൈ ഗാംഗ്രീൻ ആർട്ടീരിയൽ ഒക്ലൂഷൻ ആണെങ്കിലോ വെറ്റ് ഗാംഗ്രീൻ വീനസ് ഒക്ലൂഷൻ ആണ്. ഇത് മോയിസ്റ്റ് ടിഷ്യൂ, ഇൻറ്റേർണൽ ഓർഗൻസിലൊക്കെയാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇൻറ്റേർണൽ ഓർഗൻസിൽ ഗാംഗ്രീനസ് ടിഷ്യൂ കണ്ടില്ലേ? ഓക്കെ, ദെൻ ഗ്രോസ് നോക്കുകയാണെങ്കിൽ സോഫ്റ്റ്, സ്വള്ളൻ, കോൾഡ്, പുട്ടഡൊക്കെ ആയിരിക്കും. അവിടെ ഡ്രൈ, ഷ്രങ്കൻ, ഡാർക്ക്. ഇവിടെ ആണെങ്കിൽ സോഫ്റ്റ്, സ്വള്ളനൊക്കെ. ലൈൻ ഓഫ് ഡിമാർക്കേഷൻ ഇവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുമോ? ഇല്ല. ഇൻറ്റസ്റ്റൈൻ നോർമൽ, കറക്റ്റ് ആയിട്ടുള്ള ഇൻറ്റസ്റ്റൈനിൽ നമുക്ക് എന്ത് ലൈൻ ഓഫ് ഡിമാർക്കേഷൻ കാണാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ നോർമൽ ആൻഡ് ഗാംഗ്രീനസ് ഏരിയ തമ്മിൽ, ഫൂട്ടിൽ നമുക്ക് നോർമൽ ആൻഡ് ഗാംഗ്രീനസ് ടിഷ്യൂ തമ്മിൽ ഒരു ലൈൻ ഓഫ് ഡിമാർക്കേഷൻ ഉണ്ട്. അപ്പോൾ ഡ്രൈ ആൻഡ് വെറ്റ് ഗാംഗ്രീൻ ഡിഫറൻസ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ഡയബറ്റിസ് മെലിറ്റസ് അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസിൽ ഡ്രൈ ഗാംഗ്രീനും വരും, വെറ്റ് ഗാംഗ്രീനും വരും. അതും ജസ്റ്റ് ഒന്ന് ഓർത്തോളൂ. അതുപോലെ വെറ്റ് ഗാംഗ്രീൻ്റെ മൈക്രോസ്കോപ്പി എന്താണ്? ലിക്വഫാക്റ്റീവ് നെക്രോസിസ്. ഡ്രൈ ഗാംഗ്രീൻ്റെ മൈക്രോസ്കോപ്പിയോ കൊയാഗുലേറ്റീവ് നെക്രോസിസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നെക്രോസിസിനെ പറ്റി പഠിക്കാനായിട്ട്. നമ്മൾ ഗാംഗ്രീനസ് നെക്രോസിസ്, ഫൈബ്രോയിഡ് നെക്രോസിസ്, ഫാറ്റ് നെക്രോസിസ്, പിന്നെ എന്തൊക്കെ നെക്രോസിസ് പഠിച്ചു? കേഷ്യസ്, ലിക്വഫാക്റ്റീവ്, അതുപോലെ കൊയാഗുലേറ്റീവ് നെക്രോസിസ് പഠിച്ചു. നെക്രോസിസ് ശരിക്കും ഇത്രേ ഉള്ളൂ. നമ്മൾ ടെക്സ്റ്റ് വായിക്കുകയാണെങ്കിൽ കുറേ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും തല പുകയ്ക്കുക അല്ലേ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് വായിക്കാം. ഇതുപോലത്തെ പത്തോളജിയിലെ അല്ലെങ്കിൽ ഫാർമക്കോളജി, മൈക്രോബയോളജി ഒക്കെ നമ്മൾ ടീം അഡ്രിനാലിൻ സെറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ നോട്ട്സ് ഇതുപോലെ ഫ്രീ ആയിട്ടാണല്ലോ നമ്മൾ ലെക്ചർ തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇനിയും ടോപ്പിക്കുകൾ വേണമെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതുപോലെ പത്തോളജി പാടായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ, അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിലെ സബ്ജക്റ്റ് പാടായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്ക് അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞ എന്തെങ്കിലും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ, അതുപോലെ ഇനി എന്തെങ്കിലും ടോപ്പിക്ക് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. ഓക്കെ, താങ്ക് യു.